മരണത്തിന്റെ ദൂതന്മാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ? പക്ഷെ അവർ വന്നിട്ടുണ്ടോ? മരണത്തിന്റെ ദൂതന്മാരാരെങ്കിലും ഈ മരണ സമയത്ത് ഈ റൂഹ് പിടിക്കാൻ അസ്റായിൽ മാത്രമാണെന്ന് കരുതരുത്. നമ്മൾ അങ്ങനെ വിചാരം അസ്റായിൽ റൂഹ്. അസ്റായിൽ എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ആള് അസ്റായിൽ ആയതുകൊണ്ടാണ്, ചീഫ്. അസ്റായിൽ മാത്രമല്ല നമ്മളെ റൂഹ് പിടിക്കാൻ പറഞ്ഞത്. പിന്നെയോ 900ഓളം മലക്കുകൾ ഉണ്ടാവുന്ന നമ്മളെ റൂഹ് വലിച്ചു പറിച്ചു കൊണ്ടുപോകാൻ 900ഓളം മലക്കുകൾ അസ്റായിലിന്റെ കൂടെ നമ്മളെ മുൻപിൽ വരും. അവരെ ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാം. ആത്മാവിന്റെ തെളിഞ്ഞ കണ്ണുകൊണ്ട് നമ്മൾ കാണും അവരെ. നമ്മളെ മുമ്പിലിരുന്ന് കരയണ വാപ്പായെ, ഉമ്മായെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, മക്കളെ ഒന്നും അല്ല നമ്മൾ കാണുക. നമ്മൾ കാണുന്നത് ഇവരെയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 300 മലക്കുകൾ വരുന്ന, അതല്ല 900ഓളം മലക്കുകൾ വരുന്ന. ഇരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പക്ഷെ മരണം നമ്മിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ അതിന് മുമ്പല്ലേ നമ്മിൽ ഏതെങ്കിലും മരണത്തിന്റെ മലക്കുകൾ വന്നിട്ടുണ്ടോ? എന്തു പറയും? ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ മരിക്കണ്ടേന്ന് നമ്മൾ പറയാ അല്ലേ? എന്നാ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ രോഗം വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ രോഗം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുമ്പിൽ വന്നിട്ടില്ല. അതല്ലാതെ രോഗം ആർക്കൊക്കെ വന്നിട്ടുണ്ടോ അവരെ മുമ്പിലൊക്കെയും മരണത്തിന്റെ ദൂതൻ വന്നിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അബൂ റബീന്റെ വാക്കല്ല, ഇതാണ് അസ്റായിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഗൗരവം. നമ്മളെ റൂഹെടുക്കുന്നതിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും അസ്റായിൽ അധികം തരൂല എന്ന് പറയാനുള്ള കാരണം അത്ര ഗൗരവത്തിലാ പുള്ളി. അത്ര ഗൗരവത്തിലെ അസ്റായിൽ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുത്തനബി പറയും, മാമിൻ മർളി യുംറദുൽ അബ്ദു. ഭൂമിയിലെ ഒരൊറ്റ മനുഷ്യനും രോഗം വരുന്നില്ല. ഭൂമിയിലെ ഒരൊറ്റ മനുഷ്യനും രോഗം വരുന്നില്ല, അസുഖം വരുന്നില്ല. ഇല്ലാ വറസൂലു മലക്കിൽ മൗത്ത് ഇൻദഹു. അസ്റായിൽ അറിയാതെ. അബൂ റബീനൊരു തലവേദന വന്ന അസ്റായിൽ അറിയും അല്ലേ? ചുമച്ചു. പ്രത്യേകിച്ച് ഉമ്മ പറഞ്ഞു, മോനെ ഹോസ്പിറ്റലിൽ പോടാ, എത്ര ദിവസമായി ഈ ചുമ തുടങ്ങിയിട്ട്, ഈ പനി തുടങ്ങിയിട്ട്, വെറും ഗുളിക കഴിച്ച് കിടക്കേണ്ട, മോനൊന്ന് ഡോക്ടറെ കാണാൻ. അതൊക്കെ അങ്ങോട്ട് മാറും ഉമ്മ, അത് വിഷയാക്കൂല നമ്മള്. പക്ഷെ അസ്റായിൽ അത് ഗൗരവത്തിലെടുക്കും. ഒരു തലവേദന വന്നാലും, ഒരു പനി വന്നാലും, ഒരു പള്ളവേദന വന്നാലും, ഊരവേദന വന്നാലും, നടുവേദന വന്നാലും അസ്റായിൽ അത് ഗൗരവത്തിലെടുക്കും. ഗൗരവത്തിലെടുത്തിട്ട് ഇല്ലാ വറസൂലു മലക്കിൽ മൗത്ത് ഇൻദഹു. അല്ലാഹുവിന്റെ മുത്തനബി പറയേ, ശ്രദ്ധിക്ക് പ്രിയപ്പെട്ടവരെ, അസ്റായില് തന്റെ മരണത്തിന്റെ അനുയായികളാക്കി അല്ലാഹു നിശ്ചയിച്ചു തന്ന മലക്കുകളിൽ നിന്ന് ഒരു മലക്കിനെ വിളിക്കുന്നു. എന്നിട്ട് ആ മലക്കിന് നിർദ്ദേശം നൽകുന്നു. പോരുവഴിയിലെ കാഞ്ഞിരത്തും വടക്കതിലെ ഇന്ന വീട്ടിലെ ഇന്ന പേരുള്ള ഇന്നയാളിന്റെ മകന് തലവേദന ഉണ്ട്, ഒന്ന് പോയിട്ട് വാ. പനിയുണ്ട്, ഒന്ന് പോയിട്ട് വാ. പള്ളവേദന ഉണ്ട്, പോയിട്ട് വാ. ഊരവേദന ഉണ്ട്, പോയിട്ട് വാ. ഉറങ്ങാൻ കഴിയാത്ത വേദനയിൽ പിടയ്ക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് വാ. എന്തിനാ? ഒരു രോഗവിവരം അന്വേഷിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, മാറ്റിത്തരുമെന്ന് പറയാനല്ല. അപ്പണി അസ്റായിലിന്റെ മുമ്പിൽ ഇല്ല, അപ്പണി പുള്ളിയുടെ കയ്യിലില്ല. എന്തിനാ ഈ പറഞ്ഞു വരുന്നത്? അവന്റെ ആ തലവേദന മരണം മണക്കുന്ന തലവേദനയാണോ എന്ന് നോക്ക്. അവളെ പള്ളവേദന മരണം മണക്കുന്ന വേദനയാണോ എന്ന് നോക്ക്. അവന്റെ ഉള്ളറയിൽ നിന്ന് പെടയുന്ന നെഞ്ചിന്റെ വെടിപ്പും വേദനയും അവന്റെ ആയുസിന്റെ അവസാനത്തെ പെടപ്പിന്റെ സമയത്താണോ എന്നൊന്ന് നോക്ക്. എന്നിട്ട് എനിക്ക് വിവരം എന്താ പറഞ്ഞു വിടും മലക്കിനെ. ആ മലക്ക് അങ്ങനെ എത്ര തവണ നമ്മളെ മുമ്പിൽ വന്നിട്ടുണ്ട്, നമ്മളെ സസൂക്ഷ്മം നിരീക്ഷിക്കും. എന്നിട്ട് പറയും, തങ്ങളെ സമയമായിട്ടില്ല കേട്ടോ, ആയുസ് ഇനിയും ബാക്കിയാണ്, ശിഫ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, വിഷയം വിട്ടു, അസ്റായിൽ വിട്ടു. അതല്ല, ഈ പിടച്ചിൽ അവസാനം മാറാത്ത വേദനയിലായി വരുമ്പോ നമ്മളെ സംബന്ധിച്ച് വിവരം പറയും. മറ്റൊരാളെ ചിന്തിക്കണം, നമ്മളെ ചിന്തിക്ക്, എപ്പോഴല്ലേ ഉപകാരപ്പെടുക. നമ്മളെ സംബന്ധിച്ച് വിവരം പറയും, തങ്ങളെ മരണത്തിന്റെ നേരമെത്തിയിട്ടുണ്ട്, ശിഫായില്ലാത്ത വേദനയാണ്, ഇനി ശമനമില്ലാത്ത അവസാനത്തെ വേദനയാണ്. എന്റെ പ്രിയപ്പെട്ട പോരുവഴിയിലെ ഉമ്മ, നിന്റെ വേദനയെ സംബന്ധിച്ച്, അവസാനത്തെ വേദനയെ സംബന്ധിച്ച് ഈ മലക്ക് ചെന്നിട്ട് അസ്റായിലിന് നിർദ്ദേശം നൽകുന്നു. എന്റെ പെങ്ങളെ സംവേദനയെ സംബന്ധിച്ച് അസ്റായിലിനോട് പറയുന്നു. എന്റെ സഹോദരന്റെ വേദനയെ സംബന്ധിച്ച് അസ്റായിലിനോട് പറയുന്നു. അല്ലാഹ്
അത് കേൾക്കേണ്ട താമസം ഹത്താ ഇദാ കാന ആഖിറു മർളി യുംറലുൽ അബ്ദു അതാഹു മലക്കുൽ മൗത്ത്. ആകാശ ലോകത്തെ മലക്കുകൾ പോലും ഭയന്നു പോകുന്ന തരത്തിൽ അസ്രായീൽ തന്റെ വിശ്വരൂപത്തിലൂടെ ആകാശത്ത് നിന്ന് പറക്കുന്നു. 900ഓളം മലക്കുകളുടെ അകമ്പടിയോടുകൂടി എന്റെ ഉമ്മാടെ വീട്ടിലെത്തുന്നു, എന്റെ സഹോദരന്റെ മുമ്പിലെത്തുന്നു, എന്റെ പെങ്ങളെ ഓരത്തെത്തുന്നു. എനിക്കൊരു ചെറിയ മകനുണ്ട്, എനിക്കൊരു ചെറിയ മകളുണ്ട്. ഒരു നോക്കൊന്ന് കണ്ടോട്ടെ മലക്കേ, അതിനു വേണ്ടിയെങ്കിലും ഒരു 5 മിനിറ്റ് ഒന്ന് സമയം തരുമോ? ചോദിച്ചു നോക്കും. പൊന്നുമോളെ, അസ്രായീലിൽ നിന്നൊരു നിമിഷം നീ പ്രതീക്ഷിക്കല്ല. എന്റെ യുവാവേ, നീ അലറി പിടഞ്ഞു നോക്കും. പൊന്നുമോനെ, ജീവിതം മുഴുവനും മോശമായിരുന്നു അസ്രായീലേ, അതുകൊണ്ട് ഞാനൊന്ന് തൗബ ചെയ്തോട്ടെ, ഞാനൊന്ന് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞോട്ടെ, ഞാനൊരിച്ചിരി നന്മ ചെയ്തോട്ടെ, ഞാനിച്ചിരി ദാനധർമ്മം ചെയ്തോട്ടെ, ഒരിച്ചിരി സമയം എനിക്കൊന്ന് തരുമോ? അലറിപ്പൊട്ടും പൊന്നുമോനെ. ഇത് അബൂ റബീന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചതാ. പ്രിയപ്പെട്ടവരെ, കരച്ചിലുകൾ വിഫലമാണ്, തേങ്ങലുകൾ വിഫലമാണ്, യാചനകൾ വിഫലമാണ്. ഒരു നിമിഷം പോലും അസ്രായീൽ അനുവദിച്ചു തരില്ല. അങ്ങനെ സാധാരണക്കാരന് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മരണത്തിന്റെ മുന്നറിയിപ്പുകളെ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ മുത്തുനബി കാർക്കശ്യത്തോടെ ലോകത്തെ പഠിപ്പിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവാവേ, ഇനിയും നിനക്ക് ചിന്തിക്കാൻ നേരമായിട്ടില്ല. ഓർത്തു നോക്ക്, നിന്റെ പ്രായം പോലും ഇല്ലാത്ത പാവപ്പെട്ട പിഞ്ചുമക്കളുടെ ചേതനയറ്റ ശരീരം പോലും പരിശുദ്ധമായ മയ്യത്തങ്കര പള്ളിയുടെ മെഹ്റാബിന്റെ ഓരത്ത് വെള്ള പുതച്ചു കൊണ്ടുവെച്ചുകൊണ്ട് ഇറങ്ങലിച്ച നെഞ്ചുപൊട്ടുന്ന വേദനയോടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് അവസാനം പിടിമണ്ണ് വാരി കുഴിയിലേക്ക് വെച്ച പൊന്നുകുട്ടിയുടെ ശരീരത്തിലേക്ക് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന ആപ്തവാക്യം ഉച്ചരിച്ചുകൊണ്ട് പിടിമണ്ണ് വാരി വലിച്ചെറിഞ്ഞവനാണ് നീയെങ്കിൽ ഇനി അധികം സമയമില്ലെന്ന ചിന്ത അത്തരത്തിലുള്ള മയ്യത്തുകളെ യാത്രയാക്കിയപ്പോഴെങ്കിലോ നിന്റെ മനസ്സിനെ സ്വാധീനിച്ചോ? പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരുപാട് ഉറ്റബന്ധുക്കളുടെ തണുത്ത് വടിയായി പോലെ വിറങ്ങലിച്ച ശരീരങ്ങളെ കണ്ടിട്ട് ഒരുപാട് നീ അള്ളിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. നാളെ ഇതുപോലെ ഞാനും മരിക്കുമല്ലോ അല്ലാ. എന്റെ അരുമ മക്കളും എന്റെ ഓരത്ത് വന്ന് എന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് മോളേന്ന് വിളിക്കണേ ഉമ്മ, ഒന്ന് മോനേന്ന് വിളിക്കണേ ഉമ്മ. ഈ 6 വയസ്സുള്ള പൊന്നുമോനെ ഉമ്മ തനിച്ചാക്കി പോയാ എനിക്ക് പിന്നെ ആരാ വെള്ളം തരാ? എനിക്ക് ആരാ ചോറ് വാരി തരാ? എന്നെ ആരാ കുളിപ്പിക്കാൻ ഉമ്മ? അതുകൊണ്ടൊന്ന് കണ്ണു തുറക്കണേ ഉമ്മ. ഈ പൊന്നുമുത്തിനെ തനിച്ചാക്കരുതേ ഉമ്മ. കണ്ടു നിന്നവര് മുഴുവനും തേങ്ങി പൊട്ടുന്ന തരത്തിൽ പൊട്ടിക്കരയുന്ന നിന്റെ പ്രിയപ്പെട്ട മുത്തുമോന്റെ കരച്ചില് ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ തേടിയെത്തുമെന്ന സത്യം നീ തിരിച്ചറിഞ്ഞോ? പൊന്നുമോളെ, സമയമായിട്ടില്ല ഉമ്മ. നിന്റെ ശരീരത്തിലെ തലയിലെ നരച്ച വെളുത്ത രോമങ്ങൾ പോലും ശബ്ദമില്ലാത്ത ഭാഷയിലൂടെ അസ്രായീലിനെ കണ്ടുമുട്ടാനുള്ള സമയം വളരെ അടുത്തായെന്ന് നിന്നോട് വിളിച്ചു പറയുമ്പോൾ നീ തയ്യാറെടുത്തോ പൊന്നുമ്മ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കേ, അലം യഅ്നിലില്ലദീന ആമനൂ أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ
ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിക്കടി രോഗമുണ്ടോ? മരണം അടുത്തെത്തിന്ന് കരുതിക്കോ. അടിക്കടി രോഗമുണ്ടോ? മാറി മാറി വരുന്ന വേദനകളുണ്ടോ? ഉറപ്പിച്ചോ, മരണം അടുത്തെത്തിയിട്ടുണ്ട്, മരണം അടുത്തെത്തിയിട്ടുണ്ട്. ഇതൊന്നും എന്റെ വാക്കല്ല, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമ ഒരിക്കൽ അസ്രായിലിനോട് ചോദിച്ചു, അസ്രായിലെ സംഭവം റൂഹ് പിടിക്കുക എന്നുള്ള പണി ഒരു ഇങ്ങോട്ട് ശ്രദ്ധിക്കും. പല കളികളുണ്ടാവും, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അള്ളാഹുടെ ദീന് പറയുന്നിടത്ത് ശ്രദ്ധിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അസ്രായിലിനോട് ഒരിക്കൽ ചോദിച്ചു, അസ്രായിലെ റൂഹ് പിടിക്കുന്ന പണിയാ നിന്റെ പണി, അതൊരല്പം കടുത്ത പണിയാണെന്നറിയാം. എന്നാലും ഈ അപ്രതീക്ഷിതമായി ജനങ്ങളുടെ അവരവരുടെ പണികളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ, മരണത്തിന് അവർ തയ്യാറാകാതിരിക്കുമ്പോൾ അവരെ റൂഹ് പിടിക്കുക എന്നുള്ളതൊരു കടുത്ത പണിയാണല്ലോ അസ്രായിലെ. ശരിയന്നല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. റൂഹ് പിടിക്കുന്ന പണി ഒരു വലിയ പണിയാണ്, ശരി തന്നെ. പക്ഷെ ഓരോരുത്തരുടെ റൂഹ് പിടിക്കാൻ നിങ്ങൾ വരുമ്പോൾ അവര് മരണത്തിനൊന്നും തയ്യാറായിട്ടുണ്ടാവില്ല. അപ്രതീക്ഷിതമായി അതിന്റെ മുന്നറിയിപ്പുകളൊന്നും നിങ്ങൾ കൊടുക്കാതെ ഉടനെ എത്തും, ഉടനെ റൂഹ് പിടിക്കും, ഇങ്ങനെ മുന്നറിയിപ്പൊന്നും കൊടുക്കാതെ പെട്ടെന്ന് നിങ്ങൾ കടന്നു ചെന്നിട്ട് ഒരാളിനെ വെട്ടിയിട്ട് തടി പോലെ അങ്ങ് വീഴ്ത്തി കളഞ്ഞാൽ അവർക്ക് മരണത്തിനൊക്കെ തയ്യാറെടുക്കണ്ടേ? അതിന്റെ മുന്നറിയിപ്പുകൾ കൊടുക്കണ്ടേ? നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയല്ലേ? ഇബ്രാഹിം നബി ചോദിച്ചതാ. ശരി തന്നെയല്ലേ ചോദ്യം? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്ക്. പെട്ടെന്ന് നടന്നു പോകുന്ന ആളിന് പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നു, അവിടെ ഇരിക്കുന്നു, രണ്ടുപേര് തടയി കൊടുക്കുന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, വഴിവക്കിൽ വെച്ച് മരിക്കുന്നു. അപ്രതീക്ഷിതമാണ് അല്ലേ? യാത്ര ചെയ്യുന്നു, ഉമ്മയോട് സലാം പറഞ്ഞു, വാപ്പയോട് സലാം പറഞ്ഞു, കുടുംബത്തോട് സലാം പറഞ്ഞു, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആള് പിന്നെ അറിയുന്നു ആലപ്പുഴ വെച്ച് വണ്ടി ഇടിച്ചു മരിച്ചു, അല്ലെങ്കിൽ എറണാകുളത്ത്. അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മളെ സലാമത്താക്കുമാറാകാം. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കല്ലേ. കുളിക്കാൻ പോയി, അവരങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ വന്നു, അവരങ്ങ് മരിച്ചു. ഇങ്ങനെ അപ്പൊ മരണത്തിന് ഒരാൾ തയ്യാറെടുക്കുന്നതിന് മുമ്പ് അതിന്റെ മുന്നറിയിപ്പുകളൊന്നും കൊടുക്കാതെ അല്ലേ നിങ്ങൾ റൂഹ് പിടിക്കണേ എന്നാണ് ഇബ്രാഹിം നബി ചോദിക്കുന്നത്. അപ്പൊ ആ പണി ഇത്തിരി പോയില്ലേ, ക്രൂരത അല്ലേ എന്ന് ചോദിച്ചു. അതിന് അസ്രായിൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആലോചിച്ചോക്ക്. തങ്ങളെ, അള്ളാഹുവാണ് ഞാൻ ഒരുപാട് മുന്നറിയിപ്പുകൾ മരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. വല്ലാഹി റുസുലുൻ കസീർ. ആണയിട്ട് പറയേ, അള്ളാഹുവാണ് ഒരുപാട് മുന്നറിയിപ്പുകൾ കൊടുത്തതിന് ശേഷം അവരെ റൂഹെടുക്കുക. ഇബ്രാഹിം നബി ചോദിച്ചു, ആണോ? മരണത്തിന് മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടോ? അതേ കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുന്നറിയിപ്പ് നമ്മളിലും ഉണ്ടോന്ന് നോക്കോ. ഉണ്ടെങ്കിൽ മരണം ഇനി വലിയ താമസമില്ല എന്ന് ഉറപ്പിച്ചോ. തങ്ങളെ, അള്ളാഹുവാണ് ഒരുപാട് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടാ ഓരോ മനുഷ്യന്റെ റൂഹെടുക്കുന്നത്. കാരണം എനിക്കറിയാം ഈ റൂഹെടുക്കുന്നതിന്റെ പണി വലുതാന്ന്. അതുകൊണ്ട് തന്നെ മരിക്കാൻ ഒരു തയ്യാറെടുപ്പിന്റെ സാവകാശത്തിന്റെ മുന്നറിയിപ്പുകളൊക്കെ കൊടുക്കും. പക്ഷെ ഈ മനുഷ്യന്മാർ അതൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആണോ? എങ്കിൽ എന്താ നീ കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ എന്നായി ചോദ്യം. അപ്പൊ മുന്നറിയിപ്പുകൾ വിവരിച്ചേരേ. എന്താ മുന്നറിയിപ്പ്? മിനൽ അറാദ് വൽ അംറാദ്. ഇടതടവില്ലാതെ രോഗം ആ മനുഷ്യനെ വിട്ടുപിരിയാതെ പിന്തുടരുന്നു. ഞാൻ അവനിലേക്ക് എത്താനുള്ള സമയം അടുത്തായി എന്ന് എന്നിലൂടെ നൽകപ്പെടുന്ന മുന്നറിയിപ്പാണ്. അതുപോലെ തന്നെ രോഗത്തിന് മരുന്ന് കഴിച്ചിട്ടും രോഗത്തിന് ശമനമില്ല, രോഗം മാറുന്നില്ല, മരണം അടുത്തെത്തിയിട്ടുണ്ട്. എന്നിലൂടെ കിട്ടുന്ന മുന്നറിയിപ്പാണ്. ഒരു രോഗത്തിന്റെ മരുന്ന് കഴിച്ചിട്ട് ശമനം കിട്ടി, പക്ഷേ തൊട്ടുടനെ ഒഴിയാബാധ പോലെ മറ്റൊരു രോഗം പിടികൂടുന്നു. അതിന് മരുന്ന് കഴിക്കുന്നു, വീണ്ടും മറ്റൊരു രോഗം പിടികൂടുന്നു. ഇങ്ങനെ ഇടതടവില്ലാതെ രോഗം ഒരാളെ പിന്തുടരുന്നുവെങ്കിൽ അതും മരണത്തിന്റെ മുന്നറിയിപ്പാണ് തങ്ങളെ. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ നിലകളിൽ പരിതാപകരമായ അവസ്ഥകൾ വരിക, അവരെ കാഴ്ച മങ്ങിപ്പോവുക, അവരെ കേൾവി കുറഞ്ഞു പോവുക, അവരെ കിതപ്പ് കൂടുക, അവരുടെ ശരീരത്തിന് ദുർബലതകൾ ഏറുക, മരണമുഖങ്ങളിലേക്ക് ചെന്നുപെടുന്ന അപകടങ്ങളിലെ സൂചനകൾ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുക. ഇതൊക്കെ ഒരാൾ മരിക്കാൻ സമയമായി എന്നതിന് മുന്നോടിയായി എന്നിലൂടെ അവർക്ക് കിട്ടുന്ന മുന്നറിയിപ്പുകളാണ്. ഇത് മനുഷ്യന്മാരെ മനസ്സിലാക്കുന്നില്ല. അസ്രായീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയോട് തിരിച്ചു പറഞ്ഞുവെങ്കിൽ എന്റെ ഉമ്മ ചിന്തിക്കണേ, ഉമ്മ, എന്റെ സഹോദര ചിന്തിക്കണേ, സഹോദര. മരണത്തിന്റെ പ്രായ വ്യത്യാസമില്ല, മരണത്തിന്റെ നിറ വ്യത്യാസമില്ല, മരണത്തിന്റെ വർണ്ണ വ്യത്യാസമില്ല, മരണത്തിന്റെ വർഗ വ്യത്യാസമില്ല. ഇന്ന ത്വബീബ ലഹു ഇൽമു വമഅരിഫതു മാദാമ ഫീ അജ്ലിൽ ഇൻസാനി തഖീറു.
حتى إذا ما انقضت أيام مهلته حار الطبيب وخانته العقاقير. ഡോക്ടറെ ചതിക്കുമെന്ന് വലിയ വലിയ കവികൾ പഠിപ്പിക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് ഇവിടെ വെച്ച് അറിയാൻ കഴിയും. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ആ മരണത്തിന്റെ സമയത്തുള്ള ലക്ഷണങ്ങൾ കണ്ട അയാൾ നല്ല രീതിയിലാണ് മരിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാര് പറയണം? അബൂ റബീന് അതിനുള്ള യോഗ്യതയൊന്നുമില്ല. പറയേണ്ടവരാരാ? ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. അവിടുന്ന് പറഞ്ഞു തരട്ടെ. അവിടുന്ന് പറഞ്ഞു തരുന്ന അധ്യാപനങ്ങളാണല്ലോ നമുക്ക് വേണ്ടത്. അവിടുന്ന് പറഞ്ഞു തരും. കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് പഠിപ്പിക്കുക. സൽമാനുൽ ഫാരിസി ഞങ്ങൾ പറയേ, ഞങ്ങളൊരു വലിയ ടീം അള്ളാഹുടെ മുത്തുനബിയുടെ മുമ്പിലിരുന്ന് ദീന് കേൾക്കുമ്പോൾ അള്ളാഹുടെ മുത്തുനബി പറയേ, ഇർഖബുൽ മയ്യിത ഇൻദ മൗതിഹി സലാസ്. ഒരാൾ മരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ പറയുന്ന 3 അടയാളങ്ങൾ ആ മരണമുഖത്ത് അയാളുടെ ശരീരത്തിൽ പ്രകടമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ സൽമാൻ. മുത്തുനബി പറയാം. അതൊരു വല്ലാത്ത വിവരമാണല്ലോ. സ്വഹാബത്ത് കേൾക്കാൻ കൊതിച്ചു. കാരണം ഒരാളിൽ പ്രകടമാകുന്ന അടയാളങ്ങൾ, ഞാൻ പറയുന്ന 3 അടയാളങ്ങൾ അയാളിലുണ്ടോ എന്ന് നോക്കാനാ മുത്തുനബി പറയണത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാലോ എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കും. സ്വഹാബത്ത് മുത്തുനബിയെ തന്നെ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ നബി തങ്ങൾ പറയേ, എന്താ പറയണത്? നല്ലതുപോലെ മരിക്കണമല്ലോ നമുക്കും, അല്ലേ? നമുക്ക് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളായി തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറയും സുജൂദിൽ കിടന്നിരിക്കുക, നല്ല ലക്ഷണം തന്നെ. ചിരിച്ചു മരിക്കുക, നല്ല ലക്ഷണം തന്നെ ഒക്കെ നമ്മൾ പറയും. അതേപോലെയുള്ള അള്ളാഹുടെ മുത്തുനബി പഠിപ്പിക്കുന്ന 1-2 അടയാളങ്ങൾ ശ്രദ്ധിച്ചോ. എന്നിട്ട് ഇതൊക്കെ റബ്ബിനോട് ചോദിച്ചോ, ഈ അടയാളങ്ങൾ ഞാനും മരിക്കുമ്പോൾ എന്നിലും തരണേ തമ്പുരാനേന്ന്. കാരണം മുത്തുനബി പറഞ്ഞല്ലേ, നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളാക്കി നബി പഠിപ്പിച്ചത്. നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് വരാതിരിക്കാനും റബ്ബിനോട് ദുആ ചെയ്യണം. അവിടെ നിന്ന് പറഞ്ഞു, ഇൻ റസഹത്ത് ജബീനുഹു. മരിക്കാൻ കിടക്കുന്നവന്റെ നെറ്റി വിയർക്കുന്നുണ്ടോ എന്ന് നോക്കണേ സൽമാൻ. മരിക്കാൻ കിടക്കുന്നവന്റെ നെറ്റി വിയർക്കുന്നുണ്ടോന്ന്. ശരീരം വിയർക്കുന്നുണ്ടോ വിയർക്കുന്നില്ലേ എന്നല്ല, നമ്മൾ അങ്ങനെ പറയാറുണ്ട്, അല്ലേ? അറ്റാക്ക് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ശരീരത്തിൽ നിന്ന് എത്ര തുടച്ചിട്ടും മാറാത്ത തരത്തിൽ പൊട്ടി ഒഴുകിയിരുന്നു വിയർപ്പ്. എത്ര ആളുകൾ പറയും അത് ശരീരത്തിൻ്റെ വിയർപ്പ്. വിയർക്കട്ടെ, വിയർക്കാതിരിക്കട്ടെ, അതൊന്നുമില്ല. അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ സലാമത്താക്കുമാറാകട്ടെ. അപ്പൊ ആ വിയർപ്പല്ല, പിന്നെയോ നെറ്റി വിയർക്കുക. മരിക്കാൻ കിടക്കുന്നവന്റെ നെറ്റി വിയർക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ പലരെയും പറയാറുണ്ടല്ലോ, മരിക്കാൻ സമയത്ത് നെറ്റി ഇങ്ങനെ വിയർത്ത് കുമിളകളായി ഒഴുകിയിരുന്നു, അല്ലെങ്കിൽ കുമിളയുടെ പൊട്ടുകളായി ഇങ്ങനെ നെറ്റിത്തടത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. അള്ളാഹുടെ മുത്തുനബി പറയേ, ഇൻ റസഹത്ത് ജബീനുഹു. മരിക്കാൻ കിടക്കുന്നവന്റെ നെറ്റി വിയർക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ സൽമാൻ. 1 തീർന്നില്ല, 3 അടയാളം വേണം. 2 വദറഫത്ത് ഐനാ. മരിക്കാൻ കിടക്കുന്നവൻ കരയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ സൽമാൻ. അപ്പൊ ചിരിച്ചു മരിക്കല് മാത്രല്ല, നല്ലൊരു കരച്ചിൽ ഒരാൾ കരയണേ. എങ്ങനെ പെടച്ചിട്ടും വിളിച്ചിട്ടും അല്ല, അത് വേറെ പറയും. അങ്ങനല്ലാത്ത സമാധാനത്തോടെയുള്ള തൗബയുടെ കുറ്റബോധത്തിന്റെ സങ്കടമൊഴുകുന്ന ശാന്തമായ കരച്ചിൽ. ഈ കരച്ചിൽ ഒരാൾ കരയുന്നുണ്ടോ മരണത്തിന്റെ അവസാന നേരത്തൊന്ന് ശ്രദ്ധിക്കണേ സൽമാൻ. കരഞ്ഞു മരിച്ചുപോയി, അതൊരു ദുർഗുണമെന്നൊന്നും കരുതരുത്. ശാന്തമായ കരച്ചിൽ ഒരാളെ കണ്ണ്, അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. മരിക്കുന്ന നേരത്ത് അവരെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക, അല്ലേ? മരണത്തിന്റെ മാനസികാവസ്ഥ അറിയോ? ജീവിച്ചിരിക്കുന്ന നമുക്കറിയൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന അല്ലാഹുവിന്റെ മുത്തുനബിയുടെ സമൂഹത്തിന്റെ സ്വഹാബത്തിൽ പ്രമുഖനാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ തങ്ങൾ വഫാത്തിനോടടുക്കുന്നു. ആ വഫാത്തിന്റെ രോഗത്തിൽ കിടക്കുന്നു. മരണമാസന്നമാകുന്നു. തന്റെ സമകാലികരും സമശീർഷരും അദ്ദേഹത്തെ കാണാ കടന്നു ചെല്ലുന്നു. അബൂ ഹുറൈറ തങ്ങളുടെ ഓരത്തവരൊക്കെ ചെന്ന് നോക്കുമ്പോ ഈ വലിയ മഹാൻ കരയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ഉടനെ അവര് മഹാനരെ സമാധാനിപ്പിച്ചു. അല്ലാഹുവിന്റെ മുത്തുനബിയോട് ഏറ്റവും ഒട്ടി നിന്നവരല്ലേ നിങ്ങൾ, പിന്നെ നിങ്ങൾ എന്തിനാ കരയുന്നു എന്ന തരത്തിൽ എല്ലാവരും അബൂ ഹുറൈറ തങ്ങളെ സമാധാനപ്പെടുത്തുമ്പോ മരിക്കുന്ന നേരത്തുള്ള മാനസികാവസ്ഥ കൂടി ചിന്തിക്ക് പ്രിയപ്പെട്ടവര്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ കൂടി വന്ന പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറഞ്ഞു, അല്ല സഹോദരങ്ങളെ, അബൂ ഹുറൈറ കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? വല്ലാഹി ലാ ബകീ ഹസനൻ അലദ് ദുനിയാ. അബൂ ഹുറൈറാക്കിന് ദുനിയാവ് കാണാൻ പറ്റൂലല്ലോ, ദുനിയാവിന്റെ അനുഭൂതികളും വിഭവങ്ങളും ഇനി രുചിക്കാൻ കഴിയൂലല്ലോ എന്നോർത്തുകൊണ്ടല്ല അബൂ ഹുറൈറ കരയുന്നത്. വലാ ജസഅൻ മിൻ ഫിറാഖികും, നിങ്ങളെയൊക്കെ വിട്ടുപിരിയണമല്ലോ എന്നോർത്തിട്ടുമല്ല അബൂ ഹുറൈറ കരയുന്നത്. പിന്നെന്തേ അബൂ ഹുറൈറ ഈ അവസാന നേരത്ത് കരയുന്നതെന്നറിയുമോ? എല്ലാവരും മരിക്കുന്ന നേരത്ത് വരുന്ന ചിന്തയാ ചിന്തിക്ക. അബൂ ഹുറൈറ തങ്ങൾ വിളിച്ചു പറയേ, പിന്നെ എന്തേ ഞാൻ കരയാനുള്ള കാരണം എന്നറിയുമോ? വലാകിൻ അന്തളിറു ഇഹ്ദൽ ബുസ്റതൈനി മിർ റബ്ബി. ഇപ്പോ ഈ നേരത്ത് അബൂ ഹുറൈറയെ സംബന്ധിച്ച് ആകാശ ലോകത്ത് മലക്കുകൾക്കിടയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഏത് നേരത്തും അർശിന്റെ അടിവാരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അല്ലാഹു ഒരു മെമ്പർഷിപ്പ് നൽകുന്നുണ്ട്, ഒരു ടിക്കറ്റ്. ആ ടിക്കറ്റും കൊണ്ട് ഏത് നേരത്തും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അബൂ ഹുറൈറയുടെ മുമ്പിലേക്ക് പറന്നിറങ്ങും. എന്നിട്ട് ആ ടിക്കറ്റ് അബൂ ഹുറൈറയുടെ കയ്യിലേക്ക് അവർ തരും. രണ്ടിലേതോ ഒരു ടിക്കറ്റാണ്, രണ്ടിലേതോ ഒരു മുന്നറിയിപ്പിന്റെ ടിക്കറ്റാണ്. ഏതാണ് ആ രണ്ട് ലോകമെന്നറിയുമോ? ഇമ്മായിലൽ ജന്ന, ഒന്നിരിക്കൽ അബൂ ഹുറൈറ പോകുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന സുവിശേഷത്തിന്റെ വർത്തമാനമായിരിക്കാം അത്. അങ്ങനെയല്ലെങ്കിൽ അംബിന്നാർ, അബൂ ഹുറൈറയുടെ ജീവിതം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അബൂ ഹുറൈറ പോകുന്നത് നരകത്തിലേക്കാണോ? ഈ വിവരവും കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് ഏത് നേരത്തും മലക്കുകൾ എന്റെ മുമ്പിലെത്തും. ആ വിവരം ഏതെന്ന് എനിക്കറിയൂല കൂട്ടരേ. അത് സ്വർഗമാണോ എന്ന് എനിക്കറിയൂല കൂട്ടരേ. അതല്ല നരകത്തെ കുറിച്ചുള്ള വിവരമാണോ എനിക്ക് കിട്ടുകയെന്ന് എനിക്കറിയൂല കൂട്ടരേ. അതുകൊണ്ടാണ് അബൂ ഹുറൈറ കരയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും നിലവിളിച്ചുവെങ്കിൽ മരണനേരത്തെ മാനസികാവസ്ഥ അത് ഭയാനകമാണ് ഉമ്മ, ഭീകരമാണ് സഹോദരാ. വിഷയത്തിലേക്ക് തിരിച്ചു വരട്ടെ. അല്ലാഹുവിന്റെ മുത്തുനബി സൽമാനുൽ ഫാരിസിയോട് പറഞ്ഞ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് രണ്ടാമത്തെ ലക്ഷണം വദറഫത്ത് ഐനാ, കരയുക, കരഞ്ഞു മരിക്കുക. അപ്പൊ ഒന്ന് നെറ്റി വിയർക്കുക, രണ്ട് കരയുക, മൂന്ന് വന്തസറത്ത് മൻഖിറാ, മരണത്തിന്റെ അവസാന നേരമെത്തുമ്പോ മൂക്കിന്റെ ദ്വാരങ്ങൾ വിടരുക. സാധാരണക്കപ്പുറം ഒരു വലിയ ആർത്തി പിടിച്ചവന്റെ അടയാളം പോലെ, വലിയൊരു സന്തോഷത്തിന്റെ ആധിക്യം നിറഞ്ഞവന്റെ അടയാളം പോലെ മരണത്തിന്റെ അവസാന നേരമെത്തുമ്പോ മൂക്കിന്റെ ദ്വാരങ്ങൾ വിടരുക, സാധാരണക്കപ്പുറം വിടരുക. അപ്പൊ മൂന്നെണ്ണം: ഒന്ന് നെറ്റി വിയർക്കുക, രണ്ട് കരയുക, മൂന്ന് മൂക്കിന്റെ ദ്വാരങ്ങൾ വിടരുക. ഈ മൂന്നടയാളങ്ങൾ ഒരാൾ മരിക്കുമ്പോ അയാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഫഹിയ റഹ്മത്തും മിനല്ലാഹ് ഖദ് നസലത് ബിഹി. സൽമാനെ, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് സൽമാൻ. അല്ലാഹുവിന്റെ റഹ്മത്തിലാണ് അയാള്. അല്ലാഹുവിന്റെ റഹ്മത്ത് അയാളിൽ ഇറങ്ങിയിരിക്കുകയാണ്. സ്വർഗം അയാൾ ആസ്വദിക്കുകയാണോ? മരണത്തിന്റെ വേദന അയാൾക്ക് ലഘൂകരിക്കപ്പെടുകയാണോ? അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അയാൾ വീണിരിക്കുകയാണോ? അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു അയാളെ പൊതിഞ്ഞിരിക്കുകയാണോ? നല്ല മരണമാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് കള്ളം പറയാത്ത നാവ് കൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു പറയുമ്പോ ഇങ്ങനെ ഒരു മരണം വേണ്ടേ ഉമ്മ, ഇങ്ങനെ ഒരു മരണം വേണ്ടേ സഹോദരാ? ഇനിയും കേൾക്കണോ? അല്ലാഹുവിന്റെ മുത്തുനബി വീണ്ടും പറയേ, വഇൻ ഖത്ത ഖതീതൽ ബകറിൽ മഖ്നൂഖ്, മരണത്തിന്റെ നേരമെത്തുമ്പോ ഒരാള് കഴുത മുക്രയിടുന്നത് പോലെ അലറുകയാണെങ്കിൽ, വലിയ
പരിഹാസത്തിന്റെ മുരൾച്ച മുരളുകയാണെങ്കിൽ കഴുത മുക്കറയിടുന്നത് പോലെ അറബ് ശാലയിലെ അറബ് കാടൻ അറബ് മാടിന്റെ കണ്ടനാളത്തിലേക്ക് മൂർച്ചയുള്ള കത്തി വെച്ച് മുറിച്ചു തള്ളുമ്പോ ഏത് പ്രകാരം അത് മുരളുമോ, ഏത് പ്രകാരം അത് അലറുമോ, അതേപോലെ മരിക്കാൻ കിടക്കുന്നവൻ അലറുകയാണെങ്കിൽ അതുപോലെ തന്നെ വഹമിദ ലൗനുഹു, മരിക്കാൻ കിടക്കുന്നവന്റെ നിറമൊക്കെ വികൃതമായി മാറുകയാണെങ്കിൽ വസ്ബല സിദ്ഖാ, അവന്റെ വായയിൽ നിന്ന് ഈളയും നുരയും പതയും ഒഴുകുകയാണെങ്കിൽ. അതാണ് മുത്തനബി പറയേ പല ഇത് ആത്മഹത്യ ചെയ്യുന്നവരിൽ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു അടയാളം. ചിലർ പറയാറില്ലേ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് വലിയ അലർച്ച കേട്ടു എന്നാ, ചെന്ന് നോക്കുമ്പോൾ തൂങ്ങി നിൽക്കേ അല്ലേ. ഈ വിഷം കഴിച്ചവരെ കണ്ടിട്ടില്ല, വിഷം കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മരിച്ചു നോക്കുമ്പോൾ വായിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്നവരെ ചെന്ന് നോക്കുമ്പോഴത്തേ ഇളയും പതയും നുരയൊക്കെ വായിന്നൊഴുകെ. അവസ്മാര രോഗികളല്ല, അവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം. ഇത് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ വികൃതമായ നിറത്തിലേക്ക് മാറുന്നു. ഇങ്ങനെയൊക്കെ വന്നാൽ فهو عذاب من الله قد حل به, അല്ലാഹുവിന്റെ അദാബ് അയാളിൽ ഇറങ്ങിയിരിക്കെ മരണത്തിന്റെ ഭീകരമായ വേദന അയാളെ തിന്നെ എന്ന് വിലയിരുത്താമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ. ഇടയിൽ അസ്റായീലിനെ കണ്ടിട്ട് മരിക്കണം അല്ലേ. നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എളുപ്പത്തിലൊക്കെ പറയാൻ തോന്നും. പക്ഷെ അസ്റായീലിനെ കണ്ടിട്ട് വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, ഈ നാവ് ചലിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ടവരെ. അള്ളാഹു അവിടേക്ക് നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. അള്ളാഹുടെ തൗഫീഖ് കിട്ടണം, അതിനുവേണ്ടി റബ്ബിനോട് തേടണം. ജീവിതത്തെ നന്നാക്കാതെ ഒരു രക്ഷയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം അസ്റായീൽ പറഞ്ഞ കോലം എങ്ങനെയെന്നറിയോ? അതേ കേട്ടോ, വിശദീകരിക്കാൻ എനിക്ക് അധികം നേരെയില്ല. അസ്റായീൽ വരുന്ന കോല ഇബ്രാഹിം നബി ചോദിച്ചൊരിക്കൽ അസ്റായീലിനോട്, അസ്റായീലെ പാപികളുടെ റൂഹ് പിടിക്കാൻ വരുന്ന കോല എങ്ങനെയാണോ? അവിശ്വാസികളുടെയും തെമ്മാടികളുടെയും അക്രമികളുടെയും റൂഹ് പിടിക്കാൻ നീ വരുന്ന കോലുണ്ടല്ലോ, ആ കോലം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അസ്റായീൽ പറഞ്ഞു, ലാ തുതീഖു ദാലിക, തങ്ങളെ ചോദിക്കരുത്, ഞാനത് കാണിച്ചു തരൂല, നിങ്ങൾക്ക് കണ്ടിക്കാൻ കഴിയില്ല, നിങ്ങൾക്കത് കണ്ടിക്കാൻ കഴിയില്ല. മരണം ഉണ്ടല്ലോ, എന്തല്ലെങ്കിൽ നാളെ നമ്മളെ തേടി എത്തുമല്ലോ. നാളെ തന്നെ ആവോ അതേ ഇന്നാണോ എന്നറിയില്ല. അബൂ റബീനെ ഈ മജ്ലിസിൽ കൊണ്ടുവന്നത് വഅദ് പറയാനെന്ന് എൻ്റെ വിചാരം. ഉസ്താദ് വിളിച്ചത് വഅദ് പറയിപ്പിക്കാനാ. അള്ളാഹുടെ തീരുമാനം മറ്റൊന്നാണോ എന്ന് എനിക്ക് അറിയില്ല പ്രിയപ്പെട്ടത്. നിങ്ങളും അങ്ങനെ തന്നെ, നിങ്ങളെ വഅദ് കേൾക്കാനാണ് നിങ്ങളെ ഉദ്ദേശം. പക്ഷെ അള്ളാഹുടെ ഉദ്ദേശം ഇവിടെ വെച്ച് മരിപ്പിക്കാനാണെന്ന് ആർക്കറിയാം? ഒക്കെ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹ്ക്കേ അറിയൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടെ മരിപ്പിക്കുമാറാകട്ടെ. അസ്റായീൽ വരുന്ന കോലം കാണണോ? ഇബ്രാഹിം നബിയോട് പറയേ, ലാ തുതീഖു ദാലിക, തങ്ങളെ നിങ്ങളത് കണ്ടിക്കില്ല, അതുകൊണ്ട് ചോദിക്കരുത്, ഞാനത് കാണിച്ചു തരൂല. ഇബ്രാഹിം നബി പറഞ്ഞു, കാണിക്കടോ അസ്റായീലേ. ഇതാരാ ഇബ്രാഹിം നബി? സ്വന്തം മകന്റെ കണ്ടനാളത്തിൽ കത്തിവെച്ച് മുറിക്കാൻ പറഞ്ഞിട്ട് പോലും ഇടറാതെ പതറാതെ തെറിക്കാതെ നിന്ന ആ ചഞ്ചല കരുത്തിന്റെ ഉടമ അല്ലേ. നിമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ നേരെത്തി അമ്പിലിങ്ങനെ കൊളുത്തി വെച്ചിരിക്കെ ഏത് നിമിഷവും വില്ലിൽ നിന്ന് തൊടുത്തു വിടും. അന്തരീക്ഷത്തിലൂടെ മൈക്രോ സെക്കൻഡുകൾ ഇങ്ങനെ പറന്ന് നേരെ ഈ തീജ്വാലയുടെ നടുത്തളത്തിലേക്ക് ചെന്ന് വീണ് ഭസ്മീകരിക്കപ്പെടും. ആ ഒരു അവസ്ഥയിലുള്ള ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്. എന്താ ആലോചിക്കാനാ? നമ്മളാണെങ്കിൽ അതിനകത്ത് തന്നെ മരിച്ചിട്ടുണ്ടാവും അറ്റാക്ക് വന്നിട്ട് അല്ലേ. ഇബ്രാഹിം നബി അങ്ങനെ ഇരിക്കെ മലക്കുകൾ കരയാൻ തുടങ്ങി. റബ്ബിനോട് ചോദിച്ചു, പടച്ചോനെ എന്താ ഇത്? നിന്റെ ഖലീലല്ലേ, ഇത് ഏത് നിമിഷവും കത്തിക്കപ്പെടും. അള്ളാഹ് തിരിച്ചു പറഞ്ഞു, അല്ല ജിബ്രീലേ, എന്റെ ഖലീലൊക്കെ തന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ഇത്രയും നേരമായിട്ട് ആ അമ്പിന്റെ മുകളിലിരിക്കെ ഇത്ര നേരമായിട്ട് അയാൾ എന്നോട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ചോദിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും? അതുകൊണ്ട് നീ പോയിട്ട് പറയും, അള്ളാഹിനോട് തേടാൻ പറയും. അള്ളാഹ്ക്ക് അറിയാം ഇബ്രാഹിം നബിയുടെ മനസ്സിലായി, എന്നാലും മലക്കിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആരാണ് എൻ്റെ മനുഷ്യനെന്ന അടിമയെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ജിബ്രീലേ, നീ ചെന്നിട്ട് പറ എന്നോട് ചോദിക്കാൻ. ചോദിക്കട്ടെ, ചോദിച്ചാൽ ഞാൻ രക്ഷപ്പെടുത്താം.
ജിബ്രീൽ അലൈഹിസ്സലാം പെട്ടെന്ന് ഇറങ്ങി ഇബ്രാഹിം നബിയുടെ മുമ്പിലെത്തി. ഇബ്രാഹിം നബി എങ്ങനെ ഇരിക്കെ ഏത് നിമിഷവും വീഴും അഞ്ചിപ്പോകാത്ത കണ്ടുപിടിച്ച് നിമ്രൂദിന്റെ പടയാളികളൊക്കെ കത്തി എരിയുന്നത് ഇങ്ങനെ കാണാൻ കാത്തിരിക്കേ. ഉടനെ ചോദിച്ചു, അല്ല തങ്ങളെ, നിങ്ങൾ ഇത്രയും നേരമായിട്ട് റബ്ബിനോട് ചോദിച്ചില്ലല്ലേ രക്ഷപ്പെടുത്താൻ? ഇല്ല, ചോദിച്ചില്ല. എന്താ ചോദിക്കാത്തത്? ചോദിക്കേ, നിങ്ങൾ ചോദിച്ചാ രക്ഷപ്പെടുത്തു എന്നല്ല പറഞ്ഞിരിക്കേ. ഇബ്രാഹിം നബി അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി ജിബ്രീലിനോട് പറഞ്ഞെന്താണെന്നറിയോ? നമ്മളൊരു ചെറിയ പ്രയാസം വരുമ്പോൾ നെട്ടോട്ടോടെ അല്ലേ നമ്മളെ കൂട്ടത്തിലുള്ളവർ ആത്മഹത്യ ചിന്തിക്കുക, അള്ളാഹു ഗതികേടും നമുക്ക് തരാതിരിക്കുമാറാകട്ടെ. അപ്പോഴും ചിരിച്ചിട്ട് തിരിച്ചു പറയേ, അല്ല ജിബ്രീലെ, എന്റെ അള്ളാഹ് അറിഞ്ഞൂടെ എന്നെ ഈ രീതിയിൽ തീയിലേക്കായി വലിച്ചെറിയപ്പെടണമെന്ന്? എന്നെ അതിന് വേണ്ടിയിട്ട് ഈ അമ്പിന്റെ മുകളിൽ ഈ കെട്ടിയിരുത്തിയിരിക്കണമെന്ന് അള്ളാഹ് അറിയൂടെ? അതറിയാം. ഇനി ഞാൻ ചോദിച്ചിട്ട് വേണോ രക്ഷപ്പെടുത്താം? അവന് വേണോ രക്ഷപ്പെടുത്തിക്കോട്ടെ. ഇനി അവന് കത്തിക്കണമെന്നാണെങ്കിൽ അവൻ കത്തിച്ചോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല. ആ പവർ എന്നാലോചിച്ചു, ആ മനസ്സിന്റെ പവർ എന്നാലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ. അതാ ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിയാ പറയണത് ഈ പാപികളുടെ അവിശ്വാസികളുടെ റൂഹ് പിടിക്കാൻ വരുന്ന കോലം ഒന്ന് കാണിച്ചു തരാൻ. അപ്പോഴാ അസ്രായീൽ ഈ കരുത്തുള്ള ഇബ്രാഹിം നബിയോട് പറയണത്, ലാ തുതീഖു ദാലിക, നിങ്ങൾ കണ്ടിക്കൂല തങ്ങളെ, അതുകൊണ്ട് എന്നോട് ചോദിക്കരുത്, ഞാൻ കാണിച്ചു തരൂല. ഇബ്രാഹിം നബി പറഞ്ഞ്, കാണിക്കാതെ ഇനി ഇവിടുന്ന് പോവൂല. പ്രവാചകനല്ലേ, അത് വീട് കാണിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ കാണിച്ചു കൊടുത്തേ പറ്റൂ. എന്നാ കാണിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിലേ അതെ കാണിച്ചാലേ പറ്റൂ. എന്നാ പിന്നെ തങ്ങൾ ഒരു മുൻവിധി വേണം. ഭീകരമാണ് ആ കോലം. എന്റെ ലോകത്തുള്ള മലക്കുകൾ പോലും പേടിച്ചു പോകുന്ന കോലമാണ് ആ കോലം. ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിക്കുമ്പോൾ അത് കാണാനുള്ള ഒരു കരുത്ത് ഇപ്പോഴേ നിങ്ങളെ മനസ്സിന് ഒരുക്കിയേക്കണം. അതൊക്കെ ഞാൻ ഒരുക്കിയേക്കാം, നിങ്ങൾ കാണിക്ക് അസ്രായീൽ എന്ന് പറഞ്ഞപ്പോ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ആയിരുന്നില്ല ഇബ്രാഹിം, ഇബ്രാഹിം നബി ഞങ്ങളൊന്ന് പിന്തിരിഞ്ഞ് നിൽക്കും. അല്ലെന്തോ സിറുണ്ടാവാം. ഇബ്രാഹിം നബി പിന്തിരിഞ്ഞു നിന്നു. ആ രോഗം, ആ കോലം മാറുന്നതൊന്നും കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും സിറുണ്ടാവാം. ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്നു. എന്തൊക്കെയോ പാദചലനങ്ങളോ വ്യത്യാസങ്ങളോ എന്തൊക്കെയോ അവിടെ നടന്നു. ഒരു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ, അല്ലാ മരിക്കണ്ടേ ഉമ്മ, എന്റെ പൊന്ന് സഹോദരാ, എല്ലാരും മരിക്കും ഉസ്താദേ, അതുപോലെ ഞാനും മരിക്കും എന്നാണ് പറച്ചിലെങ്കിൽ ഒരു പ്രഹസനമായി കാണണ്ട മോനെ. മരിച്ചവരാരും തിരിച്ചു വരാത്തത് കൊണ്ടാ നീ മരണത്തെ നിർവികാരതയോടെ കാണുന്നത്. ആത്മാവുകളോട് സംവദിക്കാനും അവര് പറയുന്നത് കേൾക്കാനും നിന്റെ ശ്രവണബുധത്തിന്റെ ത്രാണിയുണ്ടെങ്കിൽ മയ്യത്തുങ്കര പള്ളിയുടെ ഓരത്തുള്ള കബറാളികളോട് ചെന്ന് ചോദിക്കേ. അവര് കണ്ട അസ്രായീലിനെ, അവരറിഞ്ഞ മരണത്തെ, അവര് രുചിച്ച മരണത്തിന്റെ ഭീകരതയെ ചോദിക്ക പൊന്നുമോനെ. അത് ചില്ലറയല്ല സഹോദരാ. അല്ലാ, ഇബ്രാഹിം നബി നിൽക്കുന്ന ഭൂമിയുടെ കണ്ടം മുഴുവനും കിടുങ്ങിപ്പൊട്ടി തകരുന്ന തരത്തിലുള്ള വലിയൊരു സ്ഫോടനാത്മകമായ ശബ്ദം കേൾക്കുന്നു. ഇബ്രാഹിം നബി നെഞ്ചിടിച്ചു പോകുന്നു. ഇബ്രാഹിമേ തിരിഞ്ഞു നോക്ക്, ഇബ്രാഹിമേ തിരിഞ്ഞു നോക്ക. ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ തന്നെ നിശ്ചലം നിന്നു പോകുന്നു. അല്ലാ, എന്തേ ഇബ്രാഹിം നബി അവിടെ കണ്ടതെന്നറിയുമോ? എന്റെ യുവാവേ ചിന്തിച്ചോ, എന്റെ പെങ്ങളെ ആലോചിച്ചോ. ഫൈദാഹുവ ബിറജുലിൻ അസ്വദാ, ഒരു കറുകറുത്ത വിശ്വരൂപം തന്റെ മുമ്പിൽ നിൽക്കുന്നു. ഖായിമുശ്ശഅരി, അതിന്റെ ജട കിട്ടിയ സടകുടഞ്ഞു കിടക്കുന്ന മുടി മുഴുവനും ഈ അന്തരീക്ഷത്തിലൂടെ ചക്രവാളം മുഴുവനും നിറഞ്ഞാടുന്നു. അതിന്റെ തലഭാഗം ആകാശത്തിന്റെ നീലിമയിലേക്ക് ഉരസി നിൽക്കുന്നു. അതിന്റെ കാൽപാദം ഭൂമിയിലേക്ക് പടർന്നു കിടക്കുന്നു. ഖായിമുശ്ശഅരി മുന്തിനുരി, ഭൂമി മുഴുവനും നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള മഹാദുർഗന്ധം ആ വിശ്വരൂപത്തിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുന്നു. അസ്വദുസിയാബ്, ആ കറുപ്പിന്റെ പോലും വല്ലാത്ത ശക്തി കൂട്ടുന്ന തരത്തിലുള്ള വല്ലാത്ത കറുപ്പിന്റെ കരിമ്പടം ആ വിശ്വരൂപം ധരിച്ചിരിക്കുന്നു. യഖ്റുജു മിൻ ഫീ വമനാഖിരിഹി
വമസാമിഇഹി ലഹബുന്നാർ. അതിന്റെ വായ തുറന്നപ്പോ അതിന്റെ വായയിൽ കൂടി, അതിന്റെ മൂക്കിൽ കൂടി, അതിന്റെ ശ്രവണപുടങ്ങളിൽ കൂടി ഈ ഭൂമി മുഴുവനും ഭസ്മീകരിക്കപ്പെടുന്ന തരത്തിലുള്ള വലിയ തീജ്വാലകൾ വമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാ, അധിക നേരം ആ ഭയാനക രൂപത്തെ കണ്ടു നിൽക്കാൻ ഈ കരുകരുത്തിന്റെ പ്രതീകമായ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞില്ല. ഉമ്മ, കഴിഞ്ഞില്ല സഹോദരാ. ഫൗസിയാല ഇബ്രാഹിം നബിക്ക് ഭയം കയറുന്നു. ഇബ്രാഹിം നബിയുടെ ബോധം മിന്നുന്നു. ഇബ്രാഹിം നബി ബോധമറ്റ് വീഴുന്നു. അസ്രായേല് പഴയ രൂപത്തിലേക്ക് പെട്ടെന്ന് മാറുന്നു. എന്നിട്ട് ഇബ്രാഹിം നബിയെ തട്ടി വിളിക്കുന്നു. തങ്ങളോട് പറഞ്ഞില്ലേ തങ്ങളെ, ആ ഭയാനകമായ രൂപം അങ്ങ് കണ്ടു നിൽക്കൂല എന്ന് ഞാൻ ആദ്യമേ അങ്ങയോട് പറഞ്ഞതല്ലേ? ഇബ്രാഹിം നബിയോട് മഹാനായ അസ്രായേൽ പറയുമ്പോ ഇബ്രാഹിം നബി കണ്ണ് മിഴിച്ചുകൊണ്ട് അസ്രായേലിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? എന്തിനാണോ അസ്രായേല് അല്ലാഹുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി ഒരു നരകത്തിന്റെ തീക്ഷ്ണമായ തീജ്വാലകളെ എന്തിനാ റബ്ബ് പടച്ചിരിക്കുന്നത്? അതവർക്ക് വേണ്ട അസ്രായേൽ. ഖബറിൽ എന്തിനാടോ അത്തരക്കാരെ അല്ലാഹ് ശിക്ഷിക്കുന്നത്? വേണ്ട അസ്രായേലേ. അല്ലാഹുവിനെതിരെ തെമ്മാടിത്തരം പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കാനും വേദനിപ്പിക്കാനും ഭയപ്പെടുത്താനും ഒരു നരകം വേണ്ട, ഒരു ഖബർ വേണ്ട. നിന്റെ ഈ വിശ്വരൂപം മാത്രം മതിയടോ. അത് ഒരു വട്ടമൊന്ന് കണ്ടാൽ അത് തന്നെ മതി അവര് ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അവരനുഭവിച്ച് തീർക്കാൻ, അവര് ഭയന്ന് വിറക്കാൻ, അവര് തകർന്നുടയാൻ. നിന്റെ ഈ വിശ്വരൂപം തന്നെ മതിയടോ എന്ന് അനുഭവം മഹാനായ ഇബ്രാഹിം നബി വിവരിക്കുമ്പോ എന്റെ മയ്യത്തുങ്കരയിലെ ഉമ്മ അപൂർവപേരധികം വിവരിക്കാൻ നേരമില്ല. ചോദിക്കട്ടെ ഉമ്മ, ഈ രൂപത്തിലെങ്ങാനും അസ്രായേൽ എന്റെ ഉമ്മാടെ മുമ്പിൽ വന്ന ലായില ജല്ലാദിന്റെ നാവ് ചലിക്കുമോ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളെ വെച്ചുകൊണ്ടൊന്ന് പറ. നിന്റെ വ്യക്തി ജീവിതത്തിന്റെ മോശത്തരങ്ങളെ വെച്ചുകൊണ്ട് പറ. അതിനെങ്ങാനും അല്ലാഹു വിലയിട്ടുകൊണ്ട് ഈ രൂപത്തിലെങ്ങാനും അസ്രായേലിനെ നിന്നിലേക്ക് പറഞ്ഞു വിട്ട് തന്നാൽ നീ ലായില ചൊല്ലുമോ പൊന്നുമോനെ? സമാധാനത്തോടെ മരിക്കാൻ നിനക്ക് കഴിയുമോ യുവാവേ? അല്ലാ, ഇവിടെയാണ് യൂസുഫ് നബി പോലും ദുആ ചെയ്ത മരണത്തിന്റെ ഗൗരവം. തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു ഈമാനോടെ മരിപ്പിക്കുമാറാകട്ടെ, ഈമാനോടെ മരിപ്പിക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കി നിർത്തേ എന്റെ പ്രിയപ്പെട്ടവരെ. ഇസ്രായേലിന്റെ രൂപം ഭൂപരികളെ റോഹിടിക്കാൻ വരുന്ന അങ്ങനെയല്ല. അള്ളാഹു ആ നല്ല കോലത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പക്ഷെ എന്തായാലും ഒന്നുറപ്പിച്ചോ, മരണത്തിന്റെ അസഹ്യമായ വേദന അത് രുചിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് പോവില്ല. അത് ചെറിയ വേദന എന്നല്ല, നമ്മൾ വിചാരിക്കണ ചില്ലറ വേദന അല്ല. 300 വാൾ ഒരുമിച്ച് വിട്ട് ഒരേ സ്ഥലത്ത് ഒരുപോലെ ഒരേ നേരം വെട്ടുമ്പോൾ എങ്ങനെ അതേപോലെ ഇഞ്ചിഞ്ചാക്കി വേദനിക്കപ്പെടുന്ന ഭയാനകം. അതിനപ്പുറം പഠിപ്പിച്ചത് വലിയ കരിമ്പടത്തിലേക്ക് ആ കരിമ്പടത്തെ കൊണ്ടുവന്നിട്ട് വലിയ മുള്ളിലേക്ക് ഇട്ടിട്ട് അതിനെ വലിച്ചു പറിച്ചു കൊണ്ടുപോകുമ്പോൾ ഏത് പ്രകാരം അത് ഉരഞ്ഞു പൊട്ടി തകർന്ന് വലിച്ചെറിയപ്പെടുമോ ഇതേപോലെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പറിച്ചെറിഞ്ഞെടുക്കപ്പെടുന്ന ഭയാനകമായ അവസ്ഥ. എങ്ങനെ റൂഹ് പിടിക്കുക? ഇവിടെന്നാ റൂഹ് വരിക കേട്ടോ, ഇവിടെന്നാ റൂഹ് വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ റൂഹ് വരും. നമ്മളെ റൂഹല്ലേ ഈ ശരീരം മുഴുവനും. ഈ റൂഹ് ശരീരത്തിൽ എവിടെ നഷ്ടപ്പെടുമോ അവിടെ മരിക്കും. അതിനാ നമ്മൾ എന്താ പറയുക? അതിന് ഒരു കാരണം, ഒരു പേര് പറയൂല, എന്താ, സ്തംഭിച്ചു പോയി അല്ലേ? വേറെ പറയൂല, സ്ട്രോക്ക് വന്നിട്ട് അതിനെ ഒരു പേര് പറയില്ലേ, സ്തംഭിച്ചു പോയി.
പിന്നെ വേറെന്തോ ഒരു പച്ച മലയാളം പറയാം നമ്മളെ ഉമ്മമാര് സഹോദരങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തളർന്നു പോയി അല്ലേ? എന്താ പറയാ, അവിടെ നിന്ന് റൂഹ് പോയതാ, ആ സ്ഥലത്ത് നിന്ന് റൂഹ് മാറിയതാ, ആ സ്ഥലം മരിച്ചു. അപ്പൊ നമ്മളെ ശരീരം മുഴുവനും റൂഹുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ചലിക്കണത്, നമ്മളെ കാലിന്റെ വിരൽ ചലിക്കണത്, കൈ ചലിക്കണത്, കണ്ണ് കാണുന്നത് ഒക്കെ ഈ റൂഹ് എടുക്കണണ്ട. ഇത് എവിടെ നിന്ന് മാറോ അവിടെ തീർന്നു, നിശ്ചലായോ, സ്തംഭിച്ചു എന്നോ തളർന്നു എന്നോ എന്തോണോ അതിന് പേര് പറയാം. ഈ റൂഹിനെ ഊരണത് ഇവിടെ നിന്നാണ്. അസ്രായിൽ ഇവിടെ നിന്നൊരു പിടി എങ്ങനെ പിടിക്കാം? ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ കാൽപാദത്തിന്റെ തള്ളവിരൽ ഉണ്ടല്ലോ, പെരുവിരൽ, അവിടെ മുതൽ റൂഹ് താഴേക്ക് ഇറങ്ങും. ആദ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിക്കണത് നമ്മുടെ കാലിന്റെ പെരുവിരലാണ്. അവിടെ നിന്ന് അങ്ങനെ മരിച്ച് കാലിന്റെ കുഴമഴിച്ച് പണ്ടുള്ള ഈ വൈദ്യശാസ്ത്ര, ഈ ആധുനിക മെഡിക്കൽ സയൻസ് ഇത്രത്തോളം പിന്നെ ഈ അടുത്താണല്ലോ വിസ്ഫോടനാത്മക രീതിയിൽ ഇത്രയേറെ വികാസം പ്രാപിച്ചത്. ഇതിനു മുമ്പുണ്ടായിരുന്നൊരു കാലം, നമ്മുടെയൊക്കെ ആ കുട്ടിക്കാലം, ആ കാലത്ത് ഈ നാട്ടിലെ കാരണവന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഉമ്മാമാക്ക് അനക്കയില്ല, അല്ലെങ്കിൽ മാമാക്ക് അനക്കയില്ല, വാപ്പാക്ക് അനക്കയില്ല, ഒന്ന് വന്ന് നോക്കാൻ പറയുമ്പോൾ ഈ കാരണവന്മാർ വന്നിട്ട് ആദ്യം ഈ കാലിൻ്റെ ഈ പള്ള ഇങ്ങനെ പിടിച്ചു നോക്കുക, അതിൻ്റെ കാലിൻ്റെ അടിഭാഗം പിടിച്ചു നോക്കും. അവിടെ ചൂടുണ്ടോ തണുപ്പുണ്ടോ നിശ്ചലായിട്ടുണ്ടോ എന്ന് അവരവിടെ നോക്കുക. ആദ്യം അവിടെ മരിക്കുക. അവിടെ നിന്ന് അങ്ങനെ റൂഹ് പിടിച്ച് കാലിൻ്റെ മുട്ട് മരിക്കും. അവിടെ നിന്നും അങ്ങനെ റൂഹ് പിടിച്ച് എളി മരിക്കും. അവിടെ നിന്നും പിടിച്ച് നെഞ്ചു മരിക്കും. അവിടെ നിന്നും മുകൾ പോട്ടെത്തുമ്പോഴാ ഒരു വലിയൊക്കെ വലിച്ച് അങ്ങനെ നിൽക്കും. അപ്പോൾ ബാക്കിയുള്ളവർ പറയും സക്കറാത്ത എന്ന് പറയുന്ന വലിയുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. കണ്ണുമൊക്കെ തുറന്നു പിടിച്ച്, പിന്നെ ഈ തുറന്ന കണ്ണ് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഈ സംസമിന്റെ കണമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് വായിൽ ഇങ്ങനെ കെട്ടിയിരിക്കും. അങ്ങനെ കെട്ടിയെടുത്തിട്ട് കളകളാ സൗണ്ടൊക്കെ കേട്ട് പതിയെ ചിലപ്പോൾ ഒന്ന് ഇറക്കിയെന്നായി, ചിലപ്പോൾ അതങ്ങനെ നിൽക്കലായി, ചിലപ്പോൾ ഉള്ളിൽ കിടക്കുന്നതൊക്കെ പുറത്തേക്ക് ഒഴുകലായി ഒക്കെ വരുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ